പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ LGS അല്ലേ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ ഷോർട്ട് ലിസ്റ്റുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എത്രയാണ് കട്ട് ഓഫ്, ഓരോ ജില്ലകളുടെയും കട്ട് ഓഫും അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും എത്ര പേരുടെ ലിസ്റ്റാണ് നിലവിൽ വന്നിട്ടുള്ളതെന്നുമായിട്ടുള്ള ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 10 ജില്ലകളുടേതാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 4 ജില്ലകളുടെ നമുക്ക് ഇനി കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ലഭിച്ച ഓരോ ജില്ലകളിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എത്ര പേരുടെ മെയിൻ ലിസ്റ്റാണ് വന്നതെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എത്ര ജില്ലകൾ വന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ണൂർ നോക്കാം. കണ്ണൂരിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 72.67 ആണ്. ശ്രദ്ധിക്കുക, കണ്ണൂരിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 72.67 ആണ് കട്ട് ഓഫ്. അതിന്റെ മെയിൻ ലിസ്റ്റിനകത്ത് 567 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരിന്റെ കട്ട് ഓഫ് 72.67 ആണ്. മെയിൻ ലിസ്റ്റിൽ 567 പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ശ്രദ്ധിക്കുക, ഇടുക്കിയിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 67.33 ആണ്. 67.33 ആണ് ഇടുക്കിയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുള്ളത് കുറച്ച് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എത്ര പേരാണ്? ഏകദേശം 378 പേരെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണൂർ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് അല്ലേ നമുക്ക്. പക്ഷേ കട്ട് ഓഫ് അതേപോലെ തന്നെ കുറവാണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിനകത്ത് എന്ത് തന്നെയാണ്, വളരെ കുറച്ച് പേരെ മാത്രമാണ് ഇടുക്കിക്കകത്ത് എടുത്തിട്ടുള്ളത് അല്ലേ. അടുത്ത കൊല്ലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൊല്ലത്തിൽ സാമാന്യം വലിയൊരു കട്ട് ഓഫ് തന്നെയാണ്. 70 ആണ് അല്ലേ. 70.33 ആണ്. 72 ശേഷവും കട്ട് ഓഫുകൾ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 70.33 ആണ് നമ്മുടെ കൊല്ലത്തിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അവിടെ എടുത്തിട്ടുള്ളത് 606 പേരെയാണ് കേട്ടോ. അപ്പോൾ 606 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് പാലക്കാടാണ്. ശ്രദ്ധിക്കുക, പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും 69.33 ആണ്. 69.33 ആണ്. മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് 685 പേരാണ്. ശ്രദ്ധിക്കുക, മെയിൻ ലിസ്റ്റിനകത്ത് 685 പേരാണ്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് കോഴിക്കോടാണ്. കോഴിക്കോടില് 72 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോടിലെ കട്ട് ഓഫ് 72 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മെയിൻ ലിസ്റ്റിലും ആൾ കൂടുതലാണ്. മെയിൻ ലിസ്റ്റിൽ 802 പേര് എടുത്തിട്ടുണ്ട്. കോഴിക്കോടിലെ മെയിൻ ലിസ്റ്റിൽ 802 പേര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് കോട്ടയമാണ്. കോട്ടയം ശ്രദ്ധിക്കുക, കോട്ടയത്ത് 67 പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോട്ടയത്ത് 67 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതിനകത്ത് എടുത്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറവാണ്. കോട്ടയത്ത് വെറും 427 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മനസ്സിലായതാണ്, കോഴിക്കോടിൽ 800 പേരെ എടുത്തിട്ടുണ്ട്. പക്ഷെ കോട്ടയത്ത് 400 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചില ജില്ലകൾക്ക് കൂടുതൽ അല്ലെ, കട്ട് ഓഫ് കുറഞ്ഞ ജില്ലകൾക്ക് കുറവ് ആൾക്കാരെ എടുക്കുകയും കട്ട് ഓഫ് അല്പം കൂടുതലാണെങ്കിൽ അവിടേക്ക് കൂടുതൽ ആൾക്കാരെ എടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുക അല്ലെ. നമുക്ക് കോഴിക്കോടിൽ കട്ട് ഓഫ് കൂടുതലാണ്, 72 വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ 800 പേരുണ്ട്. പക്ഷെ കോട്ടയത്ത് 67 ഉള്ളൂ. അതുകൊണ്ട് മെയിൻ ലിസ്റ്റ് കുറവാണ്. മെയിൻ ലിസ്റ്റിൽ 427 പേരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മെയിൻ ലിസ്റ്റിനകത്ത് എടുത്തിട്ടുള്ളൂ അല്ലെ. അടുത്ത് നോക്കാം നമുക്ക് ആലപ്പുഴ. ആലപ്പുഴ ഇന്ന് വന്നതല്ല, ഇന്നലെ വന്നതാണ് അല്ലെ. അപ്പൊ ആലപ്പുഴ വന്നിട്ടുള്ളത് 68.33 ആണ്. 68.33 ആണ് ആലപ്പുഴ. ആലപ്പുഴയിൽ സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ വേണ്ടി ചെല്ലേണ്ട ഡേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ്, ആലപ്പുഴ മെയിൻ ലിസ്റ്റിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 456 പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആലപ്പുഴ മെയിൻ ലിസ്റ്റിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് എടുത്ത് നോക്കേണ്ടത് പത്തനംതിട്ടയാണ്. ശ്രദ്ധിക്കുക, പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലക്കകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ഓഫ് എത്രയായിരുന്നു, 66.33 ആണ് അല്ലെ. പത്തനംതിട്ടയ്ക്കകത്ത് 66.33 ആണ് പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിലാണെങ്കിൽ 748 പേര് എടുത്തിട്ടുണ്ട്. എവിടെയാണ്, പത്തനംതിട്ടയിൽ 748 പേരെ പത്തനംതിട്ടയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് 66.33 ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെയാണ് ആലപ്പുഴയുടെ കേസ് നോക്കിയേ, ആലപ്പുഴ 68 വരുന്നുണ്ട്. 68.33 വന്നിട്ടും അവിടെ മെയിൻ ലിസ്റ്റിനകത്ത് എടുത്തിട്ടുള്ള 456 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ പത്തനംതിട്ട ആണെങ്കിൽ 66 വന്നിടത്ത് എത്ര പേര് എടുത്തിട്ടുണ്ട്, 748 പേര് എടുത്തിട്ടുണ്ട്. കാസർഗോഡ് ആണെങ്കിൽ 66 കട്ട് ഓഫ് വരുന്നിടത്ത് എത്ര പേരെ മാത്രമാണ് എടുത്തിട്ടുള്ളത്, 438 പേരെ മാത്രമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിലവിൽ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത്. ഇത്രയും, ഇതിപ്പോൾ 10 ജില്ലകളുണ്ട്. കാസർഗോഡ് ഉണ്ട്, പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, അതുപോലെ തന്നെ ഇടുക്കി, പിന്നെ കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും ജില്ലകളുടെ മെയിൻ ലിസ്റ്റുകളാണ് നിലവിൽ ഇപ്പോൾ, ഷോർട്ട് ലിസ്റ്റുകളാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുവരെ എന്ന് വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ സെക്കൻഡ് വരെ വേറെ ജില്ലകളൊന്നും വന്നിട്ടില്ല. നമുക്ക് തിരുവനന്തപുരമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരം, മലപ്പുറമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള ജില്ലകൾ വരികയാണെങ്കിൽ ആ സമയം തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ PDF എന്ന് വെച്ചാൽ
കഴിഞ്ഞാൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ജില്ലകളുടെ കട്ട് ഓഫും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോളജ് ഫാക്ടറി PSC എന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ PDF അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ LGS ഷോർട്ട് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജില്ലകളും അതിൻ്റെ കട്ട് ഓഫുകളും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് സ്ക്രോൾ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജില്ലകളും ആൾക്കാരും. അപ്പോൾ 10 ജില്ലകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ ജില്ലകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയം തന്നെ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റുകളും അതുപോലെ ഡിസ്കഷൻസിനുമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.